ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സി ഫാമിലി അസ്ലാൻ അതന്നെ ഗൈസ്. അപ്പോൾ ഇന്നൊരു അടിപൊളി വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. കുറേ വ്ളോഗെല്ലാം ഇട്ടിട്ട് ഇന്നപ്പോൾ ഒരു റമദാൻ ഷോപ്പിങ്ങിനാണ് നമ്മൾ പോകുന്നത് ഗൈസ്. ഒരു ദിറംസിന് ഉള്ളി ഗൈസ്, 1 ദിറം. എല്ലാവരും വിചാരിക്കുന്നുണ്ട് അവിടെ ദുബൈയിൽ വന്നെങ്കിൽ തേങ്ങ ചൊറൻ ചെയ്ത് കിട്ടലാണ്. എല്ലാവരും ഇവിടെ നാട്ടിൽ നിന്ന് അതിൻ്റെ ചൊറണ്ട സാധനം കൊണ്ടുവരുന്നിട്ട് ആ കൊണ്ടുവരേണ്ട ഒരു ആവശ്യമില്ല. ഇവിടെ എല്ലാം സൂപ്പർ മാർക്കറ്റിലെല്ലാം പോയാൽ തേങ്ങ ചൊറൻ ചെയ്ത ഐറ്റംസ് കിട്ടും ഇങ്ങനെ ബോക്സിലാക്കിയിട്ട്. പിന്നെ ആർക്കെല്ലാം അറിയും ഇവിടെ ദുബൈയിൽ A to Z ഇങ്ങനെ ഇപ്പോൾ ചപ്പാത്തി, ബട്ടർ നാൻ, പൊറോട്ട, വെള്ളപ്പം എല്ലാ ഐറ്റംസും നമുക്ക് റെഡിമെയ്ഡ് കിട്ടും. അതിൻ്റെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ജസ്റ്റ് ചൂടാക്കണ്ട. പിന്നെ അതിൻ്റെ മാവ് എല്ലായിടും ദുബൈയിൽ കൺവീനിയൻ്റ് ആയിട്ട് കിട്ടും. അത് നോക്കിയിരുന്ന വെള്ളപ്പം, ഇടിയപ്പം, പിന്നെ മസാല ദോശ, പൊറോട്ട, ചപ്പാത്തി. ഗൈസ് ഇവിടെ കുറേ മുട്ട കാണാം. പാത്തുമാടെ ഒരു ചോദ്യമുണ്ട്, മുട്ടയാണോ ഫസ്റ്റ് ഉണ്ടായത് അല്ല കോയാണോ ഫസ്റ്റ് ഉണ്ടായത്? എന്ത് ഫസ്റ്റ് ഉണ്ടായി? ഇപ്പം ചോദിക്കോ, കോഴി വേണമെങ്കിൽ മുട്ട വേണം, മുട്ട വേണമെങ്കിൽ കോഴി വേണം. അപ്പൊ എന്താണ് ഫസ്റ്റ് ഉണ്ടായത്? പാത്തുമ്മ രണ്ടു തെറ്റുത്തരമാണ്, ആൻസർ ഇല്ല. നിങ്ങൾക്കാർക്കും അറിയുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. മുമ്പ് കാലത്ത് എല്ലാവരുടെ പൊരയിലുള്ള മെയിൻ സാധനം ഇതായിരിക്കും, സ്റ്റോക്ക് ആയിരിക്കും എല്ലാവരുടെ പൊരയിൽ. റോബ്സ അത് കൺഫേം സ്റ്റോക്ക് തന്നെ അല്ലോമാ. അതില്ലാണ്ട് ഒരു നോമ്പ് തുറയില്ല എന്നാണ്. വിംടോ ഉണ്ടാക്കുന്ന എല്ലാവർക്കും അറിയാം. ജസ്റ്റ് വിംടോൻ്റെ സിറപ്പും അതിലേക്കൊരു പെപ്സി ആ സാധനം പാറ്റിട്ട് ഒഴിച്ചെങ്കിൽ വിംടോ റെഡി. റോബ്സാനെ പോലെ തന്നെ വേറൊരു സാധനം വന്നിട്ടുണ്ട്. ഇത് എന്തോ റോസ് സിറപ്പ്. ഐ തിങ്ക് ഇതും റോബ്സ് എല്ലാം സെയിം എണ്ണല്ലേ, ടേസ്റ്റ് വേറെ. അതേപോലെ തന്നെ ഇത് ജസ്റ്റ് പാലിലേക്ക് ഒഴിച്ചിട്ട് കുടിച്ചെങ്കിൽ ഭയങ്കര ടേസ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പം നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്താൽ മതി ഗൈസ്. പാത്തുമ്മ എനിക്കൊരു കാര്യം പറയട്ടാ, നമ്മൾ പാല് ഡേറ്റ് കഴിഞ്ഞെങ്കിൽ അത് കുടിക്കുന്നത് അത് നമ്മളെ ശരീരത്തിനെ ബാധിക്കും, ഹെൽത്തിനെ ബാധിക്കും എന്നെല്ലാം പറയില്ല. സത്യം പറഞ്ഞെങ്കിൽ അത് ഇപ്പോൾ ഇന്ന് എക്സ്പയർ ആയി നമുക്ക് കുടിക്കാൻ കഴിയും പാല്. ഇത് പാൽ എക്സ്പയർ ആയിട്ട് മറ്റേ ഇത് വന്നെങ്കിൽ അത് നേരെ യോഗട്ടാണ്. ഞാൻ ഇന്ന് വന്നിട്ടാകുമ്പോൾ ശ്രദ്ധിച്ചൊരു സംഭവമാണ്, ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് ഫീൽ ആയതാണ്. കപ്പ ഗൈസ്, കപ്പനെ ഫ്രോസൺ ആക്കിയിട്ടുള്ള കപ്പ, ഫ്രോസൺ കപ്പ ഗൈസ്. ഇത് പുതിയതായിട്ടാണ് ഞാൻ കാണുന്നത്. ഗൈസ് ആണ് നമ്മൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ഏതാ ഒരു ചിപ്സ് ഒന്നും നമ്മൾ പോവാണ് ഗൈസ്. എക്സ്ക്യൂസ് മീ ഗൈസ്, നമ്മൾ പോകുന്ന ഫുഡ് കഴിക്കാൻ പോവാണ് ഗൈസ്. അതേപോലെ തന്നെ വളരെ വളരെ ഹാപ്പി ഉള്ളൊരു ഡേ കൂടിയാണ് ഇന്ന് നമ്മളെ യൂട്യൂബ് ചാനൽ മാഷാ അല്ലാഹ് ആൻഡ് 750K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. ഭയങ്കര ഹാപ്പിയാണ്. താങ്ക്സ് അലോട്ട് ഫോർ എവ്രി വൺ. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവണം ഗൈസ്. നല്ല ആരോമാല് വന്നിരിക്കുകയാണ്, നല്ല അടിച്ച പൊറോട്ടയും ബീഫ് അടിക്കാൻ. നമ്മളെ ചിരിയാണ്. പാത്തുമ്മ കാത്തുക്കുന്നുണ്ട്. അതേപോലെ തന്നെ പാത്തുമ്മാൻ്റെ ആമിൻ്റെ ബായിൻ്റെ ഉള്ളിൽ കപ്പലോടുന്നുണ്ട്. ഒന്നും പറയല്ല ഗൈസ്. ഇവിടെ ഒന്ന് ഇത് കാണിക്കൂ, നിങ്ങൾ എന്താണ് എടുത്തത്? ഫ്രണ്ട്സ്, ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ ആയിരുന്നു റമദാൻ ഷോപ്പിങ്ങിലായിട്ടുള്ള. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. പുതിയൊരു അടിപൊളി വീഡിയോ ആയിരുന്നു തരാം. താങ്ക് യു, ബൈ ബൈ.